ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മളൊരു ബ്രൈഡ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോറൂം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ഇവിടെ കാലിക്കറ്റ് നമ്മൾ സണ്ണി ഡയമണ്ട്സിൻ്റെ മുകളിലുള്ള മേക്ക് ഓവർ റെവന്യൂ എന്ന് പറഞ്ഞ ഷോപ്പാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്രൈഡൽ റെൻ്റൽസിന് വേണ്ടിയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ്, ബ്രൈഡൽ ആക്സസറീസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റും. അതേപോലെ കോസ്മെറ്റിക്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഷോപ്പ് വരുന്നത് എന്ന് പറയുന്നത് പൊറ്റമ്മൽ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സ് കഴിഞ്ഞ് സീഷൽ സേവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ അതേപോലെ തന്നെ അരിയട്ടുപാലം, അത് കഴിഞ്ഞ് ജോക്കിയുടെ ഷോറൂം, ജാവേദ് ഹബീബിഡിൻ്റെ ഷോറൂം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന സണ്ണി ഡയമണ്ട്സിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. സോ നമുക്ക് എൻ്റർ ചെയ്യാം. നല്ല വെയിലാണ്, അതെടുക്കുക. ഇതാണ് സണ്ണി ഡയമണ്ട്സിൻ്റെ ഷോറൂം. ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ് വരുന്നത്. നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാം അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കുറേ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ്സ് ഉണ്ട്. ബ്രൈഡ്സിന് മാത്രമല്ല, നമ്മൾക്ക് ഒരുപാട് കാലങ്ങളായിട്ട് കുറേ തിരഞ്ഞെടുക്കുന്ന കുറേ ചെറിയ കുഞ്ഞു ഇതുപോലത്തെ ഐറ്റംസും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പൊതുവേ ഞാൻ സ്റ്റെപ്പാണ് യൂസ് ചെയ്യാറ്. ഭംഗിക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് മേക്ക് ഓവർ റെവന്യൂയുടെ ഷോറൂം. നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് എന്തൊക്കെ സാധനങ്ങളുള്ളത് നോക്കാം. വാ, ഇതൊരു ലോകം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വരണം, എന്തായാലും വിസിറ്റ് ചെയ്യണം. കാരണം ഇവിടെ എല്ലാ സാധനങ്ങളും, ഒരു ബ്രൈഡ് ആവാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് ഫ്രം കോസ്മെറ്റിക്സ് ടു ജ്വല്ലറി ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. യൂഷ്വലി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ബ്രൈഡ്സ് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് റെൻ്റൽസ് നല്ല ബ്രൈഡൽ ജ്വല്ലറീസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ് മേക്ക് ഓവർ റെവന്യൂ എന്ന് പറയുന്ന ഈ ഷോപ്പ്. അപ്പോൾ ഈ ഷോപ്പിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് പാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ജ്വല്ലറി സൈഡ് നോക്കാം. ജ്വല്ലറി സൈഡ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ജ്വല്ലറീസ് തൊട്ടിട്ട് ഗോൾഡൻ ജ്വല്ലറീസ് വരെ ഇവിടെ അവൈലബിൾ ഉണ്ട്. അതേപോലെ ഗോൾഡ് കോട്ടഡ് ആയിട്ടുള്ള ജ്വല്ലറീസും ഒക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളൊരു ചേച്ചിൻ്റെ അടുത്ത് ചോദിക്കാം. ചേച്ചി, നമുക്ക് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രൈഡ്സ് അവർക്ക് വേണ്ടിയ ചോക്കേഴ്സ്, അതേപോലെ ബെൽറ്റ്, നെറ്റിക്കുറി, ഇങ്ങനത്തെ സാധനങ്ങൾക്ക് എവിടെയാണ് നമുക്ക് റെൻറ്റിന് കിട്ടാറുണ്ട്. ഒരുപാട് ഓൺലൈൻ ഷോപ്പുകളുണ്ട്. പക്ഷേ ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് റെസ്പോൺസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും കാര്യങ്ങളുകൊണ്ടാണ് നമ്മൾക്ക് എവിടെ അവൈലബിൾ എന്ന് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചേച്ചി എന്തൊക്കെ ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് അവിടെ അവൈലബിൾ ഉള്ളതെന്ന് അതായത് AD സ്റ്റോൺസ് വരുന്നതാണ്, വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത്. ഓക്കെ, 1000 ആണ് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത്. ഓക്കെ. AD സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അവർ പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവുമോ? ഇല്ല, അത്ര എന്നാലും കെയർ ചെയ്യണം, എല്ലാം നല്ലോണം കെയർ ചെയ്യണം. ഓക്കെ. ഇതിലൊരു 1000 റേഞ്ചിൽ വരുന്ന ചെയിനുകൾ ഏതൊക്കെയാണ് ചേച്ചി? അതിൽ 1000 റേഞ്ചാണ്. 1000 റേഞ്ച് കഴിഞ്ഞാൽ റെൻറ്റ് 1000 റേഞ്ച് വരും. ഓക്കെ. ഇത് നിങ്ങൾ സെയിലും ഉണ്ടോ? സെയിലുണ്ട്, റെൻറ്റിന് കൊടുക്കുന്നത് സെയിലുണ്ട്. സെയിലും ഉണ്ട് അല്ലേ? ഓക്കെ. സെയിലാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3100 റേഞ്ചിലാണ്. സെയിലാണെങ്കിൽ ഈ ഒരു പീസിന് ജ്വല്ലറി പ്രൈസ് വരുന്നത്. അത് റെൻറ്റിനാണെങ്കിൽ നിങ്ങൾക്ക് 1000 റുപ്പീസിനാണ്. റെൻ്റ് ആണെങ്കിൽ എത്ര ദിവസം വരെ ചേച്ചി ഇവിടെ റെൻറ്റ് കൊടുക്കുക? 3 days ആണ്. അപ്പം ഇപ്പം നമുക്ക് ഇപ്പം നാളെയാണ് കല്യാണമെങ്കിൽ നിങ്ങൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റന്നാൾ വരെ ടൈം ഉണ്ടാവും. അതിൻ്റെ പിറ്റേന്ന് നമുക്ക് തിരിച്ചുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇയർ പീസ് അടക്കമാണോ 1000? ഇന്നർ സെറ്റാണ് 1000 റുപ്പീസ് വരുന്നത്. ഓക്കെ. അപ്പം വലിയൊരു ചോക്കറിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ചേച്ചി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനതാ ആ ഒരു ചോക്കർ മുകളിലുള്ള ഇത് സെക്കൻഡ് അതൊന്നും ചേച്ചി എടുക്കും. ഇത് എടുക്കുകയാണെങ്കിൽ ഇതിനൊക്കെ എത്രയാണ് റേഞ്ച് വരുന്നത്? ഇതിന് 1500 അല്ലേ? ഓക്കെ. ഇതും ഫുൾ ചുറ്റി അടക്കമാണ് 1500 വരുന്നത്. ഓക്കെ. ഇത് കൂടാതെ വേറെ ഏതൊക്കെ കാറ്റഗറിയിലുള്ളത്?
വേറെ ഏത് ടൈപ്പിലാണ് വരുന്നത് ചേച്ചി? സാൻഡി ടൈപ്പാണ് വരുന്നത്. ഓക്കെ. ഒരു ചോക്ലേറ്റ് ടൈപ്പ്, ചെറിയ ചോക്ലേറ്റ് ടൈപ്പ്. ഹെവി ചോക്കേഴ്സും വരുന്നുണ്ട്, സിമ്പിൾ ആയിട്ടുള്ളതും വരുന്നുണ്ട്. ഓക്കെ. ഇതിന് എങ്ങനെയാണ് റേഞ്ച് വരുന്നത് ചേച്ചി? 1000 കൂടുതലാണ് വരുന്നത്. 1000 കൂടുതലാണ് വരുന്നത്. ഓക്കെ. ഇതിനും സെയിം പ്രൊസീജിയേഴ്സ് ആണ്. 3 days റെൻ്റൽ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ടോ? ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് എത്രയാണ്? അതെങ്ങനെ ജ്വല്ലറി ബേസിസിലാണോ അല്ലെങ്കിൽ എല്ലാത്തിനും ഓരോ റേറ്റാണ് കോഷൻ ഡെപ്പോസിറ്റ് വരിക അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ റിട്ടേൺ തന്നെ റിട്ടേൺ റീഫണ്ട് ചെയ്യും. ഇത് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് കിട്ടാത്ത കുറേ ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട്. നമ്മൾ യൂഷ്വലി കാണാത്ത കളക്ഷൻസ്, അതിൽ പെട്ടതാണ് ഒന്നിത്. ഇതെന്താ ചേച്ചി മെറ്റൽ? വെയ്റ്റ്ലെസ് ആണല്ലോ, ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ജ്വല്ലറി പീസാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറെ ചെയ്തിട്ട് കൂടെ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ഒരുമിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഞാൻ വേറൊരു പീസ് തന്നതാ, ദിസ് ടൈപ്പ് ഓഫ് ജ്വല്ലറീസ്. അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ജ്വല്ലറി എന്ന് പറയുന്നത് പൊൽക്കി ഡിസൈൻസ് എന്നാണ് ഇതിനെ പറയുക. നമ്മളിപ്പോൾ ജ്വല്ലറി ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ പൊൽക്കി ഡിസൈൻസ് എന്നാണ്. ആ പൊൽക്കി ഡിസൈൻസിൽ വരുന്ന ഇമിറ്റേഷൻ ജ്വല്ലറി പീസസ് ആണ് ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റെൻറ്റൽസ് എന്ന് പറയുന്നത് എത്ര ചേച്ചി വരിക? എമൗണ്ട് ഒക്കെ വരും. 3000 rupees വരും ഇതിൻ്റെ റെൻ്റൽ എമൗണ്ട് വരുന്നത്. ഇത് ഫുൾ സെറ്റാണ് നിങ്ങൾക്ക് 3000 rupees കിട്ടുന്നത്. അതേപോലെ ഇതും 3000 rupees ഇതൊക്കെ നമ്മൾ യൂഷ്വലി എല്ലാ ജ്വല്ലറി ഷോപ്സിലും കാണുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജ്വല്ലറി ആണ്. കണ്ടു കഴിഞ്ഞാലും നമുക്കിത് ഇമിറ്റേഷൻ ആണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ ഉള്ളത്. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ ഇതും കുന്തൻ സ്റ്റോൺസിൽ വരുന്ന കുറച്ചും കൂടി ഒരു എന്താ പറയുക ആൻറ്റിക് ടെക്സ്ചറിൽ വരുന്ന രീതിയിലുള്ള ജ്വല്ലറി പീസസ് ആണ്. ഇപ്പോൾ യൂഷ്വലി ബ്രൈഡ്സിന് ഇങ്ങനത്തെ വലിയ സ്റ്റോൺസ് വരുന്ന പീസസ് ഒക്കെ ഇവിടെ നെക്ക് പീസ് ആക്കിയിട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ബ്രൈഡ്സിനൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു ജ്വല്ലറി കളക്ഷനാണിത്. അതിൽപ്പെട്ട വേറൊരു കളറാണ് ഇത്. ദിസ് ഈസ് മെറൂൺ ഷെയ്ഡ് വരുന്നതാണ്. ഇത് വന്നിട്ട് എമറാൾഡ് ഗ്രീൻ ആണ്. അത് വന്നിട്ട് റൂബി സ്റ്റോൺസിൻ്റെ ഒരു ഷെയ്ഡിൽ വരുന്ന കളേഴ്സാണ്. അതേപോലെ തന്നെയുള്ള ചോക്ക് പീസസ്, നെക്ക് പീസസ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഇവിടുത്തെ കളക്ഷൻസ് ആർ അമേസിങ്. നമുക്ക് വേറെ എവിടെയും കിട്ടാത്ത ഒരു കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ഷോപ്പാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഓൺലൈനിൽ നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ കാണാവുന്ന ജ്വല്ലറി പീസസ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അവർ വളരെ കുറച്ചായിട്ട് ലിമിറ്റഡ് ആയിട്ടേ കാണിച്ചു തരുള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലൊക്കെ കാണിച്ചു തരുള്ളൂ. അവിടെയാണ് നമുക്കൊരു ഷോപ്പിൻ്റെ ഹെൽപ്പ് ഭയങ്കരമായിട്ട് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, പോവാം. ഓക്കെ, സെയിം പ്രൊസീജിയറാണ് ഓൺലൈൻ ഷോപ്പുകളിൽ. ഓൺലൈൻ നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഓൺലൈനിൽ നിങ്ങൾക്ക് ഉള്ള ഫെസിലിറ്റിനെക്കാട്ടിലും നല്ലൊരു ഫെസിലിറ്റിയാണ് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ഡയറക്റ്റ് എടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. അടുത്ത് ഇവിടെ എന്തൊക്കെയാണ് അവൈലബിൾ എന്ന് നോക്കാം. അപ്പോൾ നെക്ലേസിൻ്റെ സെക്ഷൻ നമ്മൾ ഒരുവിധം എല്ലാം കണ്ടു. ഇനി വരുന്നത് ബാംഗിൾസിൻ്റെ സെക്ഷനാണ്. ബാംഗിൾസിൻ്റെ സെക്ഷനിൽ ഇങ്ങനെ കുറേ ബാംഗിൾസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. നമ്മൾ യൂഷ്വലി എന്താ പറയുക ജ്വല്ലറി പീസസ് എടുക്കില്ലേ, ഇപ്പം എല്ലാവർക്കും ജ്വല്ലറി ഭയങ്കര ഹെവി എക്സ്പെൻസീവ് ആണെന്നറിയാം. അപ്പോൾ ആ എക്സ്പെൻസ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് റെൻ്റലായിട്ട് ഇവിടെ ഗോൾഡ് കോട്ടഡ് ജ്വല്ലറീസ് ഇവിടെ ലൈക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചേച്ചി ഇതൊന്നും എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കുറേ ജ്വല്ലറീസ് കയറി ഇറങ്ങുന്ന ആളായതുകൊണ്ട് എനിക്ക് ജ്വല്ലറീസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ജ്വല്ലറി അല്ലാതെ നമുക്ക് ഇമിറ്റേഷൻ ആണെന്ന് ഫീൽ ചെയ്യുന്ന സാധനം. പക്ഷേ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇമിറ്റേഷൻ ആണെന്ന് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നിങ്ങളിപ്പോൾ ഒരു 2-3 ഗോൾഡ് ജ്വല്ലറീസ് വാങ്ങി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കോട്ടിങ് കളർ വരുന്നത്. അപ്പം ഇത് വളരെ ജെന്വൻ ഒരു ജ്വല്ലറി കളർ തന്നെയാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് ഉണ്ട് ഇവിടെ. നല്ല വീതിയുള്ള ബാംഗിൾസ് ഉണ്ട്, വീതി കുറഞ്ഞ ബാംഗിൾസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ സൈസസ് അവൈലബിൾ ആണ്. അതാണ് മെയിൻ തിങ്. ഇവിടെ ഒരു പെർട്ടിക്കുലർ സൈസ് അല്ല, അത്യാവശ്യം എല്ലാ സൈസിലും അവൈലബിൾ ഉണ്ട്. കാരണം മെലിഞ്ഞ കൈയുള്ളവർ, ഇപ്പോൾ എൻ്റെ കൈയൊക്കെ പോലെ മെലിഞ്ഞ കൈയുള്ളവരുണ്ട്, അതേപോലെ തടിച്ച കൈറ്റുള്ളവർക്കും പറ്റാവുന്ന രീതിയിലുള്ള ജ്വല്ലറീസാണ് ഇവിടെ അവൈലബിൾ. അപ്പോൾ ബാംഗിൾസ് നിങ്ങൾ കണ്ടു. ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ ഹാങ്ങിങ് ആയിട്ടുള്ള ബാംഗിൾസ്, അത് കലേരി
കലേരി ബാംഗിൾസ് എന്ന് പറയുന്നത് ഹാങ്ങിങ് ആയിട്ടുള്ള, ഞാൻ എപ്പോഴും ഹാങ്ങിങ് എന്നാണ് പറയാറ്, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല, ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ പേര് പഠിക്കുന്നത്. കലേരി ബാംഗിൾസ് എന്നാണ് അതിൻ്റെ പേര്. അതെവിടെ ചേച്ചി? ഓക്കെ, ബാംഗിൾസ് അല്ല, ബാംഗിൾസിൻ്റെ കൂടെ തൂക്കുന്നതാണ് കേട്ടോ. കലേരി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെയും പല ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇതിപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്, ബ്രൈഡ്സ് ഇങ്ങനത്തെ ഹാങ് ചെയ്ത് വെക്കുന്നത്. സോ അതിൻ്റെയും കുറേ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിങ്, എന്താ പറയുക, മോതിരങ്ങളും അതേപോലെ ചെയിന്, കമ്മലൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. അടുത്തതായി നമ്മൾ കാണിക്കുന്നത് നെറ്റിക്കുറി, പാസ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. ബ്രൈഡ്സിന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനും പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറിയാണിത്. കാരണം ഇത് എങ്ങനെ വാങ്ങണം, എവിടുന്ന് വാങ്ങണം, അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല സാധനമായിരിക്കും എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാകുന്ന കുറച്ച് സാധനമാണ്. ഇത് ആമസോണിൽ വാങ്ങിക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ ഈ മാറ്റാപ്പാട്ടിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് ഭയങ്കര സ്റ്റിഫായിരിക്കും. അപ്പം നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്റ്റൈലിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ആ സ്റ്റിഫാണെന്നുള്ളത് നമുക്കത് കിട്ടിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ വന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് പാസയാണ്, സൈഡ് പാസ. ഇതിങ്ങനെ വെക്കുന്ന സൈഡ് പാസ. ഇങ്ങനത്തെ ഒരുപാട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇവിടെ പാസാസ് ഉണ്ട്, അതേപോലെ സിംഗിൾ ചുട്ടീസ് ഉണ്ട്, മാത്താപ്പാട്ടീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് മാത്താപ്പാട്ടി. ഇതിവിടെ വന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ഇത് ഫ്രണ്ടിൽ വന്നിട്ട് ഇവിടെയാണ് ഇതിൻ്റെ സ്പ്രെഡിങ് വരുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് മാട്ടാപ്പാട്ടിയാണ്. ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഇത് അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ ഹിന്ദു ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള മാട്ടാപ്പാട്ടീസ് അവൈലബിൾ ഉണ്ട്. അവരുടെ ഒരു ടെമ്പിൾ കളക്ഷൻസ്, അതേപോലെ ബെൽറ്റ് കളക്ഷൻസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ഉണ്ട്. ഈ ഒരു കളക്ഷൻസ് എന്നൊക്കെ പറയുന്നത് കൂടുതലും ഹിന്ദു ബ്രൈഡൽസ് യൂസ് ചെയ്യുന്ന കളക്ഷൻസ് ആണ്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതേപോലെ ഇവിടെ വേറെയും കുറേ കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. അത് എല്ലാം കൂടി എടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കൂടുതലായിട്ട് എൻക്വയറി ചെയ്യുന്ന ടെമ്പിൾ കളക്ഷൻസ് കംപ്ലീറ്റ്ലി വരുന്ന ബെൽറ്റ് ടൈപ്പൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയാൽ ഇതൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ചുട്ടി കളക്ഷൻസ്, അതേപോലെ ടെമ്പിൾ ഡിസൈൻസ് വരുന്ന ചുട്ടി കളക്ഷൻസ് ആണ് ഇത് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് കളക്ഷൻസ് ഇനിയുണ്ട്. നിങ്ങളിപ്പോൾ ഒരുവിധം കളക്ഷൻസ്, ജ്വല്ലറി കളക്ഷൻസ് ഒക്കെ കണ്ടില്ല, ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. അപ്പം ഇനി നിങ്ങൾ ബ്രൈഡ് ആണ്, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒരു ബ്രൈഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ മേക്ക് ഓവർ റവന്യൂവിൽ വരാം, നിങ്ങൾക്ക് വേണ്ടി ജ്വല്ലറി പീസസ് എടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇനി ഇവിടുത്തെ ബാക്കിയുള്ള സെക്ഷൻസ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വാലറ്റ്സ് അവൈലബിൾ ഉണ്ട്. ചെറിയ വാലറ്റ്സ് തൊട്ടിട്ട് ഇതുപോലത്തെ പൗച്ചസ്, അതേപോലെ പേഴ്സസ്, വലിയ പേഴ്സസ്, സ്ലിംഗ് ബാഗ്സ്, അതേപോലെ തന്നെ ഹാൻഡ് ബാഗ്സ് ഒക്കെ അവൈലബിൾ ഉണ്ട്. വാലറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 399 റേറ്റിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡ് ബാഗ്സ് കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 കളക്ഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഇതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരു കളക്ഷനാണിത്. ദിസ് ഇസ് റിയലി നൈസ്. ഭയങ്കര ക്ലാസി, എലഗൻ, ലക്ഷറി സ്റ്റൈലിൽ വരുന്ന ഒരു ബാഗാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1999 ആണ്, വിച്ച് ഇസ് റിയലി ഗുഡ്. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് പിടിക്കാനായാലും നമ്മൾ എങ്ങനെ ഇടില്ല, എങ്ങനെയാണ് യൂഷ്വലി ഇടുക. അതേപോലെ തന്നെ ഹാങ്ങിങ്ങും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഹാങ്ങിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാനും പറ്റും. അത് ഇറ്റ്സ് റിയലി നൈസ് ആൻഡ് ക്ലാസി. അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു ബാഗിൻ്റെ സ്ട്രക്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദിസ് ഈസ് ഓൾസോ റിയലി ഗുഡ്. നല്ല കളറാണ്, നല്ല ഷേപ്പാണ്. ഒരു സ്ലാൻഡിങ് ഷേപ്പിലാണ് ഈ ബാഗ് വരുന്നത്, വിച്ച് ഇസ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതും ഇതേപോലെ തന്നെ യു ക്യാൻ ഹാങ് ഇറ്റ് ഐദർ ലൈക്ക് ദിസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹാങ്ങർ വെച്ചിട്ട് നിങ്ങൾക്ക് സ്ലിംഗ് ബാഗ് പോലെ ഹാങ് ചെയ്തിടാൻ ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദി കളക്ഷൻസ് അവൈലബിൾ. ഇവിടെ നല്ല പേസ്റ്റൽ കളേഴ്സ് തൊട്ടിട്ട് ബോൾഡ് കളേഴ്സ് വരെ ഉണ്ട്. പേസ്റ്റൽ കളേഴ്സ് ആയിട്ടുള്ള ഗ്രീൻ, ബ്ലൂ, യെല്ലോ എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ മസ്റ്റാർഡ് യെല്ലോ ബാഗ്സിൽ കൂടുതലും ലേഡീസ് ചൂസ് ചെയ്യുന്നത്. ഇപ്പം സ്പെഷ്യലി എനിക്കൊക്കെ മസ്റ്റാർഡ് യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മസ്റ്റാർഡ് യെല്ലോ, അതേപോലെ ലെതർ ബ്രൗൺ കളേഴ്സും ഇവിടെ അവൈലബിൾ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് സൈസസ് ആണ്. ചെറിയ സൈസ് ഓഫ് ബാഗ്സ് തൊട്ടിട്ട് ഇതുപോലത്തെ ചെറിയ സൈസസ് ബാഗ് തൊട്ടിട്ട് ഈ വലിയ ബാഗ് റിക്വയർമെൻ്റ് ഉള്ളവർക്ക് ആ ഒരു സൈസിൽ വരെയുള്ള ബാഗ്സും അവൈലബിൾ ഉണ്ട്. ബ്രൈഡൽ അല്ലാതെയും യൂസ് ചെയ്യുന്ന ഫാൻസി ടൈപ്പ് ഓഫ് ബാംഗിൾസ്. ഇപ്പോൾ ബ്രൈഡ്സും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു കയ്യിൽ ഫാൻസി ബാംഗിൾസും ഒരു കയ്യിൽ ഗോൾഡ് ജ്വല്ലറി ഇടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. കുന്തൻ സൂത്ര,
പാകിസ്ഥാനി കളക്ഷനിൽ വരുന്ന ബാംഗിൾസാണ്. ആ ഒരു ടൈപ്പ് ഓഫ് ബാംഗിൾസും റോസ് ഗോൾഡിലുണ്ട്, ആൻറ്റി കളറിലുണ്ട്, സിൽവറിലുണ്ട്, എല്ലാത്തിലും അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ നല്ല ഇയറിംഗ് പീസസ് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ റിസപ്ഷൻസിനൊക്കെ ജ്വല്ലറി, ഹെവി ജ്വല്ലറി ഇടാതെ ഇയറിങ്സ് മാത്രം ഇടാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഇയറിംഗ് പീസസ് ഒക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇതും ഇവിടുത്തെ ഇയറിംഗ് പീസ് ഓഫ് കളക്ഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ എടുത്തിട്ടതാട്ടോ. ഓക്കെ, സോ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഓഫ് ഇയർ പീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് മെറ്റൽ കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. അതേപോലെ കളർഫുൾ ആയിട്ടുള്ള ബാംഗിൾസും ഒക്കെ അവൈലബിൾ ഉണ്ട്. ഓക്കെ, നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഓഫ് ബ്രേസ്ലെറ്റ്സ്. ഓക്കെ, എസ്പെഷ്യലി എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു റിംഗ് കളക്ഷൻസ് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നടന്നിരുന്ന ഒരു റിംഗ് കളക്ഷനാണ് ഈ ഒരു ബ്ലാക്ക് മെറ്റൽ ഡിസൈൻ വരുന്ന റിംഗ് കളക്ഷൻസ്. അതേപോലെ അതിൻ്റെ ചെയിൻ, ബ്രേസ്ലെറ്റ്, അതൊക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ വേറൊരു ഹൈലൈറ്റ്. ബ്രൈറ്റ്സ് അല്ലാത്തവർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഒരുപാട് പേര് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കുറേ റിംഗ് കളക്ഷൻ ഉണ്ട്, അതും ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് ചെയിൻസിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 200 അബവ് ആണ്. അതേപോലെ റിങ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 49 ആ ഒരു റേഞ്ചിലൊക്കെ റിങ്സ് അവൈലബിൾ ഉണ്ട്. ഞാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് റിങ്സ്. അതേപോലെ തന്നെ ഇവിടെ കുറേ കളക്ഷൻസ് ഓഫ് നേരത്തെ പറഞ്ഞതുപോലെ ഇയറിങ്സ് അവൈലബിൾ ഉണ്ട്. ഇവിടെ ബ്രൈഡൽ കളക്ഷൻ മാത്രമല്ല കേട്ടോ, ബ്രൈഡ്സിനാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. നോർമൽ ബ്രൈഡ്സ് അല്ലാത്ത ഫങ്ഷൻസിന്, പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ടുള്ളവർക്കും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സും ഇവിടെ അവൈലബിൾ. അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കോസ്മെറ്റിക് കളക്ഷൻസും കൂടെ അവൈലബിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറയുന്നത് കോസ്മെറ്റിക്സിൻ്റെ സെക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മെയ്ബിലൈൻ ഉണ്ട്, കളർ സെൻസ് ഉണ്ട്, ലാക്മേ ഉണ്ട്. അതുകൂടാതെ വേറെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ഓക്കെ, മെയ്ബിലൈനിൽ മെയിനായിട്ട് വരുന്ന കളക്ഷൻസ് ലിപ്സ്റ്റിക്സ് ആയിക്കോട്ടെ, നമ്മൾ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻസും കോമ്പാക്ട്സും, അതേപോലെ തന്നെ ലിപ്സ്റ്റിക്സ്, മസ്കാര, എല്ലാ കളക്ഷൻസും അവൈലബിൾ ഉണ്ട്. അതേപോലെ ലൊറേലിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റിവൈറ്റൽ ലിഫ്റ്റിൻ്റെ സെറംസ് അവൈലബിൾ ഉണ്ട്. അതേപോലെ സെബാമൈറ്റിൻ്റെ കളക്ഷൻസ്, ലോട്ടസിൻ്റെ കളക്ഷൻസ്, നേച്ചർ എസൻസ് കണ്ടറിയാം. നേച്ചർ എസൻസിന് ഞാൻ കുറേ കൊലാബറേഷൻ ചെയ്തിട്ട് നിങ്ങൾക്കറിയാം. ഇത് നല്ല അടിപൊളി ഫേഷ്യൽ കിറ്റാണ്, മറക്കണ്ട, യു ട്രൈ ദിസ് ഔട്ട്. ആൻഡ് അതേപോലെ പ്ലമ്മിൻ്റെ കളക്ഷൻ ഉണ്ട്. പ്ലമ്മിൻ്റെ ഈ ഒരു ഫേസ് മിസ്റ്റ് അടിപൊളിയാണ്. ഇത് ഈ ഫ്ലേവറിനെക്കാട്ടിലും നല്ലത് ഗ്രീൻ ടീ ഫ്ലേവറാണ്. ഇറ്റ്സ് റിയലി നൈസ്. അതേപോലെ കളർ എസൻസിൻ്റെ തന്നെ ലിപ് കളേഴ്സ് അവൈലബിൾ ഉണ്ട്, ഫൗണ്ടേഷൻസ് അവൈലബിൾ ഉണ്ട്, സെറ്റിംഗ് പൗഡേഴ്സ് അവൈലബിൾ ഉണ്ട്. അതേപോലെ ലാക്മിയുടെ കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. ഇബ കോസ്മെറ്റിക്സിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. ഇബയുടെ ഫൗണ്ടേഷൻസ് ആണ്. അതുപോലെ ലാക്മിൻ്റെ ഫൗണ്ടേഷൻസ്, ലാക്മിൻ്റെ ക്രീം, ഇവരുടെ സെറ്റിംഗ് പൗഡേഴ്സ്, ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. നൈക്കിൻ്റെ ലിപ്സ്റ്റിക്സ് അവൈലബിൾ ഉണ്ട്. നൈക്കിൻ്റെ ലിപ്സ്റ്റിക്സ് ഭയങ്കര ഫേമസ് ആണ്. നൈക്കിൻ്റെ ലിപ്സ്റ്റിക്സിൻ്റെ ചില ഷെയ്ഡ്സ്, എസ്പെഷ്യലി മദ്രാസ് കാപ്പി എന്നൊക്കെ പറയുന്ന ഷെയ്ഡ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡാണ്. സോ ആ കളക്ഷൻസും എല്ലാം ഇവിടെ അവൈലബിൾ ഉണ്ട്. വാസ്ലിൻ, അതേപോലെ സ്കിൻ കെയർ ഐറ്റംസ്, ഹെയർ സെറ്റിംഗ് ഐറ്റംസ്, ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ മെഹന്തി കളക്ഷൻസും ഉണ്ട്. അപ്പം നിങ്ങൾ വന്ന് നിങ്ങൾക്ക് മെഹന്തിയും കൂടെ വാങ്ങിച്ചിട്ട് പോകും. ഓക്കെ, സോ മെഹന്തി കളക്ഷൻസും അവൈലബിൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഇവിടെ കോസ്മെറ്റിക്സിൻ്റെതും കൂടെ അവൈലബിൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രൈഡൽ ജ്വല്ലറീസ് മാത്രമല്ല, നിങ്ങൾക്ക് കോസ്മെറ്റിക്സും കൂടെ പർച്ചേസ് ചെയ്തിട്ട് പോവാം. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് കളക്ഷൻസ് ഓഫ് പെർഫ്യൂംസും അവൈലബിൾ ഉണ്ട്. അത്തർ കളക്ഷൻസാണ്. അതേപോലെ കുറച്ച് പെർഫ്യൂം കളക്ഷൻസും അവൈലബിൾ ഉണ്ട്. ഇവിടുത്തെ പ്രൈസ് റേഞ്ച് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ബ്രൈഡൽ റെൻ്റൽസ് സ്റ്റോൺ ബേസ്ഡ് ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 റുപ്പീസിനാണ്. മറ്റേ എലഗൻറ്റ് കുറച്ചുകൂടി ഗോൾഡിഷ് കളർ അല്ലെങ്കിൽ ഹെവി ചോക്കേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3000 റുപ്പീസിനാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ഓഫർ നടക്കുന്നുണ്ട്. 5th മാർച്ച് തൊട്ടിട്ട് 20th മാർച്ച് വരെ നിങ്ങളുടെ വെഡിങ് എപ്പോഴാണെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങളൊരു പീസ് ഓഫ് ജ്വല്ലറി നിങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ 50%, ഫ്ലാറ്റ് 50% ഓഫ് ഉണ്ട്. റെൻ്റൽസിലാണ്, സെയിലല്ല, റെൻ്റൽസിൽ 50% ഓഫ് വരെ നിങ്ങൾക്ക് കിട്ടും. 5th മാർച്ച് തൊട്ടിട്ട് 20th മാർച്ച് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നിങ്ങൾ എടുക്കണമെന്നില്ല, നിങ്ങളുടെ ഫംഗ്ഷൻ ആ ടൈം ആവണമെന്നില്ല. നിങ്ങൾ ബുക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക്
50% ഓഫാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 200 റുപ്പീസ് തൊട്ടിട്ട് റെൻറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 100 റുപ്പീസിനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, വിച്ച് ഇസ് വെരി ചീപ്പ്, ഭയങ്കര ചീപ്പാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വെഡ്ഡിങ് റീസെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരിക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജ്വല്ലറി പീസസ് ബുക്ക് ചെയ്ത് വയ്ക്കുക. ബുക്ക് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ജ്വല്ലറിക്ക് ഓരോ എമൗണ്ടാണ്, അപ്പോൾ അതിലൊരു ചെറിയ പെർസെൻറ്റേജ് അഡ്വാൻസ് നിങ്ങളിവിടെ പേ ചെയ്യണം, അത്രയേ ഉള്ളൂ. വളരെ ചെറിയ പ്രൊസീജിയറാണ്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 50% ഓഫാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇവിടെ യൂഷ്വലി നമ്മൾ വിമൻസ് സ്റ്റോറിൽ കാണുന്ന ലൈക്ക് ലേഡീസ് ആക്സസറീസ് ഇല്ലേ, നമ്മൾ ഹെയർ ബാൻഡ്സ്, അതേപോലെ ഹെയർ ക്ലിപ്സ്, നോർമൽ ഫാൻസി ചെയിൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട്. ഞാനിതൊക്കെ മിസ് ചെയ്തു, ആക്ച്വലി അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് മെറ്റൽസിൻ്റെ ചെയിൻ, ഞാനൊക്കെ ഈ ബ്ലാക്ക് മെറ്റൽസിൻ്റെ ചെയിനിൻ്റെയൊക്കെ ഫാനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഒരുപാട് ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. അതേപോലെ എല്ലാ സൈസിലും വരുന്ന ഹെയർ ക്ലിപ്സൊക്കെ എല്ലാവർക്കും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ എല്ലാ സൈസിലും അവൈലബിൾ ഉണ്ട്. ഇങ്ങനത്തെ മറ്റേ എന്നെ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഇങ്ങനത്തെ സ്കിൻ കെയർ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ തലയിൽ ഹെയർ ബാൻഡ്സ് ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഹെയർ ബാൻഡ് കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് കളക്ഷൻസ്, കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, പൊക്കിമോനൊക്കെ വരുന്ന കളക്ഷൻസൊക്കെ അവൈലബിൾ ഉണ്ട്. സോ ഐ ഫെൽറ്റ് ദിസ് ഈസ് ലൈക്ക് എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഗേൾ. ഒരു വിമണിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ഉണ്ട്. സോ നമുക്ക് ഇവിടുത്തെ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ്, കുറച്ച് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ബ്രൈഡലിലും ആയിക്കോട്ടെ നോർമലിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വെയർ ചെയ്തിട്ട് കാണിച്ചു തരാം, സോ ദാറ്റ് യു നോ ഹൗ ബ്യൂട്ടിഫുൾ ദോസ് പീസസ് ആർ. ഓക്കെ, ഈ ഒരു പീസ് കുറച്ച് സ്റ്റിഫായിട്ടുള്ള നെക്ക് പീസാണ്. അപ്പം നമുക്കിത് ഓൺ ടോപ്പ് ഇടുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ചെയിൻ ആയിട്ട് ഇടാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെയിൻ പീസാണത്. നല്ല രസമുണ്ട്, നല്ല എമറാൾഡ് സ്റ്റോൺസ് വരുന്ന നല്ല ഭംഗിയുള്ള പീസ് ഓഫ് ജ്വല്ലറിയാണ് കേട്ടോ. ഇതിൻ്റെ കമ്മലും നല്ല ഭംഗിയുണ്ട്. ഇങ്ങനൊരു സിമെട്രി കീപ്പ് ചെയ്തുകൊണ്ടുള്ളൊരു സ്ട്രെയിറ്റ് പീസാണ്, ഒരു ലൈൻ പീസ് പോലത്തെ ഒരു കമ്മലാണ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അതിൻ്റെ തന്നെ കാറ്റഗറിയും വരുന്നുണ്ട്. സോ ഒരു റിസപ്ഷൻ ലുക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ ജ്വല്ലറി പീസാണ് ഇത്. നമ്മൾ നേരത്തെ കണ്ട എമറാൾഡ് സ്റ്റോൺസിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന റൂബി സ്റ്റോൺസിൽ വരുന്നതാണ്. ഇതൊരു ചോക്കോ പീസാണ്. ഇതും ഇതേപോലെ സ്റ്റിഫ് ആയിട്ടുള്ള ഒരു പീസാണ്. നമുക്ക് നല്ല ഭംഗിയാണ്. ഓക്കെ, ഇതും ഭയങ്കര സ്റ്റിഫായിട്ടുള്ളൊരു പീസാണ്. ഇത് ഹെവി ജ്വല്ലറി പീസാണ്. റിസപ്ഷൻ ലുക്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു സിംഗിൾ പീസ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കളക്ഷനാണിത്. ഇവിടെ ഞാൻ വേറൊരു സാധനം കണ്ടു. നമ്മൾ ഫേമസ് ആയിട്ടുള്ള മലബാർ ജ്വല്ലറിൻ്റെ ഒരു ജ്വല്ലറി പീസ് ഉണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കരീന കപൂർ ആഡ്സിൽ ഇടാറുണ്ട് ആ ഒരു ജ്വല്ലറി പീസ്. അതിൻ്റെ ഒരു ഇമിറ്റേഷൻ പീസാണ് ദിസ് വൺ. ഈ ഒരു പീസ് നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയില്ല, പക്ഷേ കരീന കപൂർ ഇടുന്ന പീസ് എന്ന് പറയുന്നത് കളർഫുൾ സ്റ്റോൺസാണ്. അതിനകത്ത് റൂബിയും എമറാൾഡും ആണ് സ്റ്റോൺസ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് നോർമൽ സ്റ്റോൺസാണ്, പക്ഷേ അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് ആ ഒരു പീസിൻ്റെ സ്ട്രക്ചറാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഓക്കെ, കൂടാതെ നമുക്കിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ചെയിൻസും അവൈലബിൾ ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചത് കുറച്ച് ഹെവി ആയിട്ടുള്ള പീസസ് ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ പീസ് കാണിച്ചു തരാം. അപ്പം ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ അവരുടെ ഗൗണിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളക്ഷനാണ്. സി, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ ചോക്കർ പോലെയോ അല്ലെങ്കിൽ ഒരു നെക്ലേസ് പോലെയോ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കളക്ഷനാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇതിൽ ഒരുവിധം എല്ലാ സ്റ്റോൺസിൻ്റെ കളേഴ്സും ഉണ്ട്. സഫയർ ഉണ്ട്, റൂബി ഉണ്ട്, എമറാൾഡ് ഉണ്ട്, എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞു കൈക്ക് പറ്റുന്ന സൈസിലുള്ള ബാംഗിൾസ് വരെ ഇവിടെ അവൈലബിൾ ഉണ്ട്. സോ നിങ്ങളുടെ കൈ എൻ്റെ പോലെ ചെറിയ കൈയാണെങ്കിൽ നിങ്ങൾക്ക് ബാംഗിൾസ് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാംഗിൾസ് കിട്ടും. ഇതൊക്കെ ട്രിപ്ലെറ്റ്സ് ആണ് തോന്നുന്നു. ഇത് ഒരുമിച്ച് ട്രിപ്ലെറ്റ്സ് ആയിട്ട് എടുക്കുന്ന ഒരു സെറ്റാണ്.
ഓ എന്നെക്കാട്ടിലും ചെറിയ കൈ ഇവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ. തീരെ കയറുന്നില്ല. ഓക്കെ, സോ എനിക്കിതൊന്നും ഇട്ടിട്ടുള്ള ശീലമല്ല. എനിക്കിത് കാണുമ്പോൾ ഐ എം നോട്ട് എ ഗോൾഡ് വെയറിങ് പേഴ്സൺ അല്ല. അതുകൊണ്ടാണ് ഗോൾഡ് മാത്രമല്ല ജ്വല്ലറി ആയിക്കോട്ടെ, ഞാനങ്ങനെ ഒരു ജ്വല്ലറി വെയറിങ് പേഴ്സൺ അല്ല. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. അയ്യോ സോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത് ഗോൾഡ് അല്ലാന്ന് ഒരു കുട്ടിയും പറയില്ല കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഗോൾഡ് അല്ലാന്ന് ഒരാളും പറയില്ല. സോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഗോൾഡ് അല്ലാത്ത കളക്ഷൻസ് ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, റെൻറ്റിന് കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് പോകാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും സെർച്ച് ചെയ്ത് നടക്കുന്ന ബ്ലാക്ക് ഇനാമൽ വരുന്ന റിങ്സ് ആണ് ഇത്. ഈ കളക്ഷൻസ് മൊത്തം ആ ഒരു കളക്ഷൻ റേഞ്ചിൽ വരുന്നതാണ്. ആൻഡ് ഐ ലവ് ദിസ് കളക്ഷൻ. ഞാൻ കുറച്ച് കളക്ഷൻസ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചത് ഒരു 49 ആ റേഞ്ചിലുള്ള സെറ്റ് പീസസും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ഇവിടെ അടിപൊളി കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. റിസപ്ഷൻ ലുക്സിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം സിംഗിൾ ഇയറിങ്സ് ചൂസ് ചെയ്യുന്ന ഒരുപാട് ബ്രൈറ്റ്സ് ഉണ്ട്. അതേപോലെ ബ്രൈറ്റ്സ് മാത്രമല്ല, പാർട്ടീസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള സിംഗിൾ ടൈപ്പ് ഓഫ് ഇയറിങ്സ്. ഇപ്പോൾ ഈ ഒരു ഇയറിങ് വെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇയറിങ് മാത്രം ഇട്ടാൽ മതി. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇത് മാത്രം ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ എന്നെ പോലെയുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ മേക്ക് ഓവറും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ഇയർ പീസസ് ഒക്കെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. അതേപോലെ ഈ ഒരു ഇയറിങ്, ഈ ഒരു ഫിംഗർ റിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ഇനാമൽ ഫിംഗർ റിങ്സ് ഇവിടെ ഭയങ്കര കളക്ഷൻസ് ഒരുപാടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സെറ്റായിട്ട് അതിൻ്റെ ചെയിൻ ബ്രേസ്ലെറ്റ്സും അതേപോലെ തന്നെ ബാംഗിൾ ബ്രേസ്ലെറ്റ്സും ഇവിടെ അവൈലബിൾ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെയിനും നമ്മൾ ഇവിടെ അവൈലബിൾ ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു സെറ്റായിട്ട് ഇടണം എന്നുള്ളവർക്ക് ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ ലൂയി വുട്ടോണിൻ്റെ ഒക്കെ ഡിസൈനിൽ വരുന്ന ടൈപ്പ് ഓഫ് ബാംഗിൾസും ഉണ്ട്. ഇപ്പോൾ ബ്രാൻഡൊക്കെ കാണിച്ചിട്ട് ഭയങ്കര സംഭവമാണോ എന്നുള്ളവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കളക്ഷൻസ്. അല്ലാതെ ഞാൻ ചുമ്മാ പറയാം. സോ ഈ ഒരു കളക്ഷൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട് ലൂയി വുട്ടോണിൻ്റെ. അപ്പം ഇതിനൊക്കെ 799 റുപ്പീസാണ് വരുന്നത്. ചെയിനൊക്കെ ഒരു 549, 600 ആ റേഞ്ചിലാണ് ചെയിനും ബ്രേസ്ലെറ്റ്സിനൊക്കെ, അതായത് ബാംഗിളല്ലാത്ത ചെയിൻ ബ്രേസ്ലെറ്റ്സിനൊക്കെ വരുന്നത് ആ ഒരു റേറ്റാണ്. ഈ ഒരു കമ്മലിന് ഒരു 2799 റുപ്പീസാണ് നമ്മൾ സെയിൽ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ റെൻറ്റിനും സെയിലിനും അവൈലബിൾ ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രേസ്ലെറ്റ്സ് ഇതും കുറച്ച് ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. നമ്മളെന്താ പറയുക എന്തോ ട്വിസ്റ്റ് ബ്രേസ്ലെറ്റ്സ് അങ്ങനെ എന്തോ പറയുന്ന ഒരു ബ്രേസ്ലെറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതും ലുക്സ് ലൈക്ക് എന്താ പറയുക ഗോൾഡ് പോലെ തന്നെയാണുള്ളത്. ഗോൾഡ് എല്ലാം ആരും പറയില്ല. സോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് അല്ലാത്ത ഗോൾഡ് പോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, പിന്നെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഹെവി റിംഗ് കാറ്റഗറിയിൽ വരുന്ന റിങ്സ് ആണിത്. ഇവിടെ വെയറിങ് കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. ചുവട്ടിലുണ്ട് ഹെവി റിംഗ് കാറ്റഗറീസ് ഒരുപാടുണ്ട്. ഞാനെല്ലാം ഗ്രീനാണ് കേട്ടോ പോകുന്നത്. എൻ്റെ ഡ്രസ്സ് ഗ്രീൻ ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മേത്ത് ഗ്രീൻ ഇട്ടാലേ ഭംഗിയുണ്ടാവുള്ളൂ. സോ ഗ്രീൻ കളറ് ഞാൻ ഇട്ടുള്ള എല്ലാ കളക്ഷൻസും. പക്ഷേ ഇവിടെ എല്ലാ പേസ്റ്റൽ കളേഴ്സും വൈറ്റ് സ്റ്റോൺസിലും റൂബി സ്റ്റോൺസിലും ഒക്കെ ഇവിടെ കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കളക്ഷൻസ്. ബാക്കി കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ റാൻഡമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഈ ഒരു ഇവിടെ ഉള്ളൊരു ചാർട്ടാണ്. അത് വെഡ്ഡിങ് സെറ്റ് എന്നുള്ളൊരു ചാർട്ടാണ്. ഇവിടെ എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളതിൻ്റെ ചാർട്ടാണ് ഇത്. ഓക്കെ, ജ്വല്ലറി ഐറ്റംസിൻ്റെ കളക്ഷൻസ് എന്തൊക്കെയാണ്,
കോസ്മെറ്റിക്സ് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ട്, ആക്സസറീസ് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ഇവിടെ അവൈലബിൾ ഉണ്ട്. നമ്മൾ മെനു ഒക്കെ കാണില്ലേ, അതേപോലെ ഇവിടുത്തെ മെനു ആണിത്. ഇവിടെ ഇത്രയും സാധനങ്ങൾ അവൈലബിൾ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തിരഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇതിനകത്ത് സെർച്ച് ചെയ്ത് നിങ്ങളുടെ ആവശ്യമുള്ള സാധനം ഇതിനകത്ത് ഉണ്ടോ, ഇവിടെ ഷോപ്പിലുണ്ടോ എന്ന് അറിയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അത് ചോദിക്കാം. സോ എന്നെ ബ്രൈഡായിട്ട് കാണണമെന്ന് പറയുന്ന കുറേ പേരുണ്ട്. എൻ്റെ കല്യാണ ഫോട്ടോ എവിടെ, അത് എവിടെ, ഇതെവിടെ. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെയാണ് ബ്രൈഡായിട്ടുണ്ടായിരുന്നത്. ഇത് കല്യാണ ഫോട്ടോ ഒന്നുമില്ല, അതൊന്നും ചോദിക്കാൻ നിൽക്കരുത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ മേക്ക് ഓവർ റവന്യൂ വിശേഷങ്ങൾ. സോ നിങ്ങൾ മറക്കണ്ട, 5th to 20th മാർച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫ് റെൻ്റൽ ജ്വല്ലറി ഐറ്റംസിൽ കിട്ടും. സോ ഞാൻ കാണാൻ ഭംഗിയില്ലേ, ഇതൊക്കെ അവരുടെ എക്സ്ക്ലൂസീവ് പീസസ് ആണ്. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ജ്വല്ലറി പീസസ് മാത്രമല്ല, കോസ്മെറ്റിക്സ്, ബാഗ്, നമ്മൾ നോർമൽ ഇയറിങ്സ്, നോർമൽ പിന്നെ ഫിംഗറിങ്സ്, അതേപോലെ നോർമൽ ചെയിൻസ്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ഉണ്ട്. സോ ഡോണ്ട് forget to visit Makeover Avenue. കാലിക്കറ്റിലെ സണ്ണി ഡയമണ്ട്സിൻ്റെ മുകളിലാണ്. നിങ്ങൾ മറക്കരുത്, മാവൂർ റോഡ് സണ്ണി ഡയമണ്ട്സിൻ്റെ മുകളിലായിട്ട് Makeover Avenue. 5th to 20th മാർച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 50% ഓഫ് ഓൺ റെൻ്റൽ പ്രോഡക്ട്സ്. ഇറ്റ്സ് ദ ചീപ്പസ്റ്റ് ദാറ്റ് യു ക്യാൻ ഗെറ്റ്. ഇത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റ്സ് ആണ്. സോ നിങ്ങൾ മറക്കാതെ ഇവിടെ വരിക, വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ജ്വല്ലറീസ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് പോവുക, എടുത്തിട്ട് പോവുക. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവർക്ക് ഓൺലൈനായിട്ടും ഇവർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ദൂരത്തുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് വന്നിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസിലേക്ക് അയച്ചു തരുന്നതാണ്. So don't forget, and if you are once again if you are becoming a bride very soon, നിങ്ങൾക്ക് ഒരു one step solution ആണ് Makeover Avenue. Don't forget, offers മറക്കണ്ട, 20th March വരെ 50% off. So before I wind up, if you haven't subscribed my channel yet, do subscribe. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. Okay, and also comment down below your suggestions and everything, and please like, share and subscribe. Once again, take care, bye bye, masalama.